നമ്മളിപ്പോ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ കോട്ടയം ഷോറൂമിലാണ്. ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങളുടെ പുതിയ കളക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി ഇതിൽ വന്നിട്ട് ലക്ഷ്മിയുടെ മാലയാണ്. ലക്ഷ്മിയുടെ നഗാസ് വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്ന് റൂബി എമറാൾഡ് അങ്ങനെയുള്ള സ്റ്റോൺസ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്യൂഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റൂബി എമറാൾഡ് സ്റ്റോൺസിന്റെ കൂടെ നഗാസ് വർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് റൂബിയാണ്, ഇത് എമറാൾഡ് ആണ്. റൂബിയുടെ എമറാൾഡിന്റെ ഒക്കെ ബീഡ്സ് ആണ്. അത് ഹൈ ക്വാളിറ്റി ഒന്നും അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർണമെന്റൽ പർപ്പസിനുള്ള ഉപയോഗിക്കുന്ന ക്വാളിറ്റികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് റൂബി എമറാൾഡ് അങ്ങനെ തന്നെ അതന്നെ യൂസ് ചെയ്യും. ലക്ഷ്മിയുടെ രൂപങ്ങളാണ്. നല്ല ഷേപ്പിൽ ഇതൊക്കെ നല്ല ഒരു ലുക്ക് കിട്ടും. നല്ല ഏരിയ കവർ ചെയ്യുകയും ചെയ്യും. 150 grams ഒക്കെ വരുന്നുണ്ട്. 18 പൗൺ വരും നെക്ലസ് മാത്രം. ഇയറിംഗ്സും ലക്ഷ്മിയുടെ മാച്ച് ചെയ്ത ഇയറിംഗ്സ്. ഇതില് മാങ്ങ ഷേപ്പിലുള്ള നെക്ലസ് ഉണ്ട്. ഇതിപ്പോ സെറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് എടുക്കാം. അപ്പൊ ഡിസ്പ്ലേയിൽ അങ്ങനെ ഒരു ക്രിയേഷൻ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ച് ഒരു മിക്സ് ആൻഡ് മാച്ചിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് മാങ്ങ ഷേപ്പിലുള്ള മാലയാണ്. ഇതിന്റെ തന്നെ ഡബിൾ സൈഡും വരുന്നുണ്ട്. വേറെ പീസ് ഞാൻ കാണിച്ചത്. ഇതിൽ ഡബിൾ സൈഡ് വരുന്നുണ്ട്. ഇതിപ്പോ സിംഗിൾ സൈഡ് മാത്രമുള്ളതാണ്. കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ വൺ സൈഡ് ഹാഫ് പോർഷനുള്ളതാണ്. ഫുൾ സ്റ്റോൺസ് ആണ്, റെഡ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് റെഡ് സ്റ്റോൺസ് എന്നുള്ള ഗ്രീൻ സ്റ്റോൺസിലോ മൾട്ടി കളറായിട്ടോ പേളായിട്ടോ വിതൗട്ട് സ്റ്റോണിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. കസ്റ്റമർക്ക് സമയം ഉണ്ടെങ്കിൽ, വിവാഹത്തിന് സമയമുള്ളതാണെങ്കിൽ ഇതുപോലെ എക്സ്ക്ലൂസീവ് ഡിസൈൻസ് ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമോ? മീൻസ് ഏത് ഡിസൈൻ വേണം നമുക്ക് ഓർഡർ ചെയ്യാം. ഡിസൈനിന്റെ സ്വഭാവം അനുസരിച്ച് ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. നമുക്കിപ്പോ അടുത്ത ആഴ്ച കല്യാണമാണ്, നമുക്ക് ഇതിന്റെ വേറെ ടൈപ്പ് വേണമെന്നാണ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുക്കാവുന്ന പാറ്റേൺസും ഉണ്ട്. നമ്മുടെ ലോക്കൽ വർക്കുകൾ ഇതൊക്കെ ഒരു 25-30 ദിവസങ്ങളൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചില വർക്കുകളൊക്കെ അതിലും മുന്നേ ആവും. നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കി ചെയ്യാൻ പറ്റും ഓരോന്നിലും. ഇതും അതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കാണ്. കെം സ്റ്റോൺസിന്റെ ചെറിയ ചെറിയ സ്റ്റോൺസിന്റെ അപ്പിയറൻസ് വളരെ കുറച്ചിട്ട് ഗോൾഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വർക്കാണ് വരുന്നത്. ഗോൾഡിന്റെ അൽക്കുകൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും. ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നെക്ലസ് മിഡിൽ ലെങ്ത് ലോങ് ചെയിൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാനും പറ്റും. ഇതിന്റെ ഹിയറിംഗ്സ് എല്ലാത്തിനും ഉണ്ട്. നമുക്കിപ്പോ ഇടുമ്പോൾ അതിലും കാതിലുണ്ടല്ലോ ഉള്ളൂ. അപ്പൊ 3 ഇടുകയാണെങ്കിലും ഒരു കമ്മല ഒരു സമയത്ത് ഇടുള്ളൂ. 3 നമുക്ക് മാച്ചിങ് ഉണ്ടാവും. ഏത് കമ്മലാണ് കൂടുതൽ നമുക്ക് സൂട്ട് ആവുന്നത്. ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ വന്നിട്ടുള്ള നെക്ലസിന്റെ ആണ്. എപ്പോഴും നമ്മുടെ ഫേസിന് ഏറ്റവും അടുത്ത് വരുന്ന നെക്ലസിന്റെ കമ്മലായിരിക്കും അതിന് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പറ്റി പൊസിഷൻ അല്ലല്ലോ, ഇവിടെ അല്ലേ വരിക, പൊസിഷനല്ലേ വരുന്നുള്ളൂ. നെക്ലസിൽ അതുപോലെ ഗോതമ്പിന്റെ വർക്കാണ് വരുന്നത്. ഗോതമ്പില്ലേ അതിന്റെ ഒരു മോഡലാണ് കൊടുത്തത്. ഫുൾ ഇത് ഇനാമല കണ്ട കല്ലുപോലെ തോന്നും, പക്ഷെ പെയിന്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കണ്ടെയ്നറിനുള്ളിലാണ് ആ പെയിന്റ്. പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ചെയ്ത് പോകത്തില്ല. ഇതൊക്കെ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് ഈ സ്റ്റോൺസ് ഒക്കെ നമുക്കൊരു ബ്രാക്കറ്റിനുള്ളിലാണ് ഇറക്കി വെച്ചിരുന്നത്. സ്റ്റോൺസിന് പ്രൊജക്ഷൻ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ആ സ്റ്റോൺസ് കളിയിപ്പോഴുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിന്റെ ഇയറിംഗ്സ് ആണ്. ലോക്കറ്റിന്റെ മാച്ച് ചെയ്തിട്ടുള്ള ഇയറിംഗ്സ് ആണ് കൊടുത്തേക്കുന്നത്. സ്റ്റഡ്സിൽ നെക്ലസിന്റെ ആ ടോപ്പ് ബോൾസിന്റെ ഹാഫ് പോർഷനാണ് കമ്മലിൽ അതിന് മാച്ചിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വരുന്ന 3 സെറ്റിന്റെ കൊടുത്തത് കുറച്ചും കൂടി വെയിറ്റ് കൂടിയത്. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് വെയിറ്റ് കുറഞ്ഞത്. നമ്മൾ കുറച്ചും വെയിറ്റ് കൂടിയിട്ടുള്ള ടൈപ്പാണ്. അതനുസരിച്ചുള്ള വീതി നെക്ലസിന് ലോങ് ചെന്നെ കിട്ടും. ദേവി ഒന്നുമല്ല, ഇതൊരു ഡാൻസിങ് ഫിഗറാണ് വരുന്നത്. കണ്ടപ്പോ അതുപോലുള്ള കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കണ്ട അതിലൊരു ടെമ്പിൾ ജ്വല്ലറി ലുക്ക് തോന്നും. പക്ഷെ ദൈവങ്ങളൊന്നും അതിൽ യൂസ് ചെയ്തിട്ടില്ല. വെയിറ്റ് ഉണ്ട്, അത്ര വീതി ഉണ്ടല്ലോ. 14 പവൻ 15 പവൻ ആ റേഞ്ചിൽ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മള് ഗോൾഡിന്റെ വെയിറ്റ് മാത്രമേ പറയുന്നത്. കല്ല് വരുന്നതിന്റെ വെയിറ്റ് 100% ലെസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. കല്ലിന്റെ ടോട്ടൽ വെയിറ്റ് ചെയ്യുന്നത് കല്ലിന്റെ തൂക്കം കുറച്ച് സ്വർണ്ണത്തിന് മാത്രം സ്വർണ്ണത്തിന്റെ വിലയും അതിന്റെ പണിക്കൂലിയുമാണ് ഈടാക്കുന്നത്. ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള നെക്ലസ് മാതിരി മോഡൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നെക്ലസ് മാത്രം ചെയ്യണമെങ്കിൽ ഇത്രയും പോർഷൻ കവർ കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയത് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതില് സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ സ്റ്റോൺസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഓൾട്ടർനേഷനിൽ ഓർഡർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ മാറ്റാം. സമയം വേണം അതിനൊക്കെ. നമുക്ക് ഏറ്റവും റെഡിമെയ്ഡ് കണ്ടെടുക്കുന്ന ഒരു സുഖം നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള സമയം വേണം. പെട്ടെന്ന് ഇപ്പോൾ അടുത്ത ആഴ്ച കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി പ്രീ പ്ലാൻഡ് ആയിരിക്കണം ആ കാര്യത്തിലൊക്കെ. ഇതും അതുപോലെ ബോൾസ് വെച്ചിട്ടുള്ള
ചെയിന്, അതിൽ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിരിക്കുന്ന ലോക്കറ്റ്, അങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള ലോക്കറ്റ്. എല്ലാത്തിനും ഇയറിംഗ്സ് ഉണ്ട്. ഇയറിംഗ്സ് നമ്മളിവിടെ ഇപ്പൊ ഡിസ്പ്ലേ ഇരിക്കുന്നതിനൊക്കെ അതിലും നെക്ലസിന്റെ നെക്ല ആദ്യം ഇടുന്നതിന്റെ മാച്ചിങ് ആയിരിക്കും ഇവിടെ ഇയറിംഗ് ആയിട്ട് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് ഫേസിന് ചേരുന്നത് ഇതിന് അവസാനം ഇടുന്നതിന്റെ കമ്മലാണ് ഫേസിന് ചേരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മൂന്നും നമ്മൾ വാങ്ങുമ്പോൾ മൂന്നിന്റെയും കമ്മൽ എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് ആ ചോയ്സ് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ നെക്ലസിനാണെങ്കിൽ ടോപ്പ് പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവറുകളല്ലേ, ഗോൾഡിന്റെ ഫ്ലവറിന് ഉള്ളിൽ കാണുന്നത് ഇനാമലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇനാമലിന്റെ സെന്ററിൽ മാത്രമാണ് ഒരു പീസ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഫ്ലവറിലും ഓരോ പീസ് സ്റ്റോൺ മാത്രമേ യൂസ് ചെയ്യൂ, വൈറ്റ് സ്റ്റോൺസ്. കുറച്ച് ദൂരെ നമ്മൾ നോക്കുമ്പോൾ ആ ചുമന്നതും പച്ചയായിട്ട് കാണുന്നതൊക്കെ കല്ലാണെന്നായിരിക്കും ധരിക്കുക കാണുന്നവര്. പക്ഷെ ഒരു ഇനാമലെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്വർണത്തിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഈ കല്ലിന്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ പേയ്മെന്റ് വാങ്ങുന്നത്? അല്ലല്ല, കല്ലിന്റെ വെയിറ്റ് നമ്മൾ 100% ലെസ് ചെയ്യും. ടോട്ടൽ വെയിറ്റ് നമ്മൾ നേരത്തെ ഒരു പീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ എത്രമാത്രം കല്ലുണ്ടോ ടോട്ടൽ വെയിറ്റിന്റെ കല്ലിന്റെ തൂക്കം കുറച്ച്, അതാണ് സ്വർണത്തിന്റെ യഥാർത്ഥ തൂക്കം. ഗ്രോസ് വെയിറ്റ്, സ്റ്റോൺ വെയിറ്റ്, നെറ്റ് വെയിറ്റ്, അങ്ങനെയാണ് ഡിജിറ്റ് വരുന്നത്. നമുക്ക് ആ നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മാത്രമുള്ള തൂക്കത്തിലാണ് സ്വർണത്തിന്റെ വില ആഡ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ പണിക്കൂലി, അതിന്റെ പ്രശ്നത്തിലാണ് പണിക്കൂലി വരുന്നത്. അല്ലാതെ ഗ്രോസ് വെയിറ്റ് നമ്മൾ കണക്കൂട്ടാണെങ്കിൽ കല്ലിനും കൂടി സ്വർണത്തിന്റെ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഭീമരിക്കൽ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ കല്ലിന്റെ തൂക്കം കൃത്യമായിട്ട് കുറച്ചിട്ട് സ്വർണത്തിന് മാത്രം സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ ചാർജ് സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കല്ലിന് ചിലപ്പോൾ ഗ്രാമിന് 750 രൂപ, 900 രൂപ, 1000 രൂപ, 1250 രൂപ ആ റേഞ്ചിലായിരിക്കും വരുന്നത് ഒരു കല്ലിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച്. പക്ഷെ സ്വർണത്തിന് വരുമ്പോൾ 2000 ചില രൂപ, 2600, 2500 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ കല്ലിന്റെ കൂടി ടോട്ടൽ വെയിറ്റ് കണക്കൂട്ടാണെങ്കിൽ വിൽക്കുന്നവർക്ക് ലാഭം കൂടും. നമ്മൾ ചെയ്യുന്നത് കല്ലിന്റെ തൂക്കം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്, കല്ലിന്റെ ചാർജ് സെപ്പറേറ്റ് ഈടാക്കുന്നു.